ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നീതു. അപ്പോൾ എക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ PSC എക്സാംസിന് നിങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി എന്താണ് വേണ്ടത്? എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഏതൊക്കെ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായിട്ട് വരിക എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് ആയാലും ജിയോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനും നമുക്ക് സിലബസിൽ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള മാർക്ക് വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മാർക്ക് അവിടെ തന്നാലും സിലബസ് നമ്മൾ കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചാലും എന്തുകൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം, ഏതൊക്കെ ടോപ്പിക്സ്, ഇപ്പൊ എക്കണോമിക്സിലെ ആയാലും കുറെ അധികം ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ ഉണ്ടാകുമ്പോൾ ഓരോ എക്സാമിനും ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ എക്സാമിനെ അറിഞ്ഞു പഠിക്കണം. അല്ലാതെ നമുക്ക് ബേസിക് ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ ഈസി ആയിട്ടുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ നടന്നിരിക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും, അതായത് എല്ലാ PSC എക്സാംസിൻ്റെയും ഓരോ സബ്ജക്റ്റിൽ നിന്നും കൃത്യമായിട്ട് ഏതൊക്കെ ടോപ്പിക് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് അത് എവിടെ നിന്നൊക്കെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അത് SCERT-യിൽ നിന്നായിരിക്കും, ചിലപ്പോൾ NCERT-യിൽ നിന്നായിരിക്കും, ചിലപ്പോൾ എന്താണ് ഈ ടെക്സ്റ്റ് ബുക്കിലെ, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെയൊക്കെ സെന്റൻസ് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തതുപോലെ വരാറുണ്ട്. അപ്പൊ അത്രയും കൃത്യമായിട്ട് സോഴ്സ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എന്താണ് പ്രിലിംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് കണ്ടന്റ് നോളജ് ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് വേണം? മെയിൻസിനുള്ള കൃത്യമായ പ്രാക്ടീസസ് വേണം. മെയിൻസ് എക്സാം എഴുതാനുള്ള കൃത്യമായ പ്രാക്ടീസ് വേണം. അപ്പൊ നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ പോലും ആ എക്സാം ടൈമിൽ നമ്മൾ അതെങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരിക. അപ്പൊ നമുക്ക് ഇന്ന് എക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം ഏത് എന്നതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഏത് വർഷമാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത്? അപ്പൊ നാഷണലൈസ് ചെയ്തത് ഇവിടെ വർഷം നോക്കുവാണെങ്കിൽ നമുക്ക് 1935 കാണാം, 47, 49, 69 ഒക്കെ കാണാം. അപ്പൊ ഈ പറയുന്ന പല വർഷങ്ങളും ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ്. 1935 എന്ന് പറയുന്നത് എന്താണ്? RBI നിലവിൽ വരുന്നതാണ് അല്ലെ? RBI നിലവിൽ വന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ നാഷണലൈസ് ചെയ്ത ഇയർ അല്ല. പിന്നെ വരുന്നത് എപ്പോഴാണ്? 1949-ലാണ് RBI ദേശസാൽക്കരിക്കുന്നത്. അതായത് നാഷണലൈസ് ചെയ്യുന്നത് 1949 ഏപ്രിൽ 1-നാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST നിലവിൽ വന്നത് എന്ന് എന്നുള്ളതാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. അപ്പൊ ജൂലൈ 1 എന്നുള്ള ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. 17 ഇയർ. അപ്പൊ GST തന്നെ 3 തരത്തിലുണ്ട്. CGST, SGST, IGST. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യുമ്പോൾ, രണ്ട് സ്റ്റേറ്റ് തമ്മിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രേഡ് ചെയ്യുമ്പോൾ IGSTയും ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് വേണം അതിന്റെ ഡീറ്റെയിലേക്ക് പോകാൻ. ഓക്കെ, അപ്പൊ IGST, SGST, CGST, പിന്നെ GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് ഓർത്ത് വെക്കണം. സാമ്പത്തിക ക്രമീകരണത്തിനും പണപ്പെരുപ്പും തടയുന്നതിനുമായി റിസർവ് ബാങ്ക് നടപ്പിലാക്കുന്ന നയം ഏതാണ്? അപ്പൊ പണനയം അഥവാ മോണിറ്ററി പോളിസിയാണ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് RBI തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ എന്തൊക്കെ ഒരുപാട് പോളിസീസ് ഉണ്ട് അല്ലെ? ക്വാണ്ടിറ്റേറ്റീവ് പോളിസി, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും. അപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് റേറ്റ് പറഞ്ഞിട്ടുള്ള ബാങ്ക് റേറ്റ്, CRR,
SLR, അതേപോലെ തന്നെ എന്താണ് MSF തുടങ്ങിയ എന്താണ് റേറ്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി തുടങ്ങിയ റേറ്റ്സ്. അപ്പൊ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR, SLR തുടങ്ങിയ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സ്വേഷൻ തുടങ്ങിയ എന്താണ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും. ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഈ ഒരു പോളിസീസ് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് എന്താണ് മോണിറ്ററി പോളിസി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രാജ്യത്തെ ദേശീയ ഉൽപാദനം, അതായത് NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കണ്ടെത്താൻ ഗ്രോസ് പ്രൊഡക്റ്റിൽ നിന്ന് കുറയ്ക്കേണ്ടത് എന്താണ്? പരോക്ഷ നികുതിയാണോ, സബ്സിഡിയാണോ, ഡിപ്രീസിയേഷൻ ആണോ, എക്സ്പോർട്സ് ആണോ? അപ്പൊ ഗ്രോസും നെറ്റും കണ്ടാൽ, ജിയും എന്നും, ഓക്കെ, ഗ്രോസും നെറ്റും കണ്ടാൽ അതിൽ നിന്ന് എപ്പോഴും മൈനസ് ചെയ്യേണ്ടത് എന്താണ്? D ആണ്, ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ ആണ്. ഗ്രോസ് പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് പ്രൊഡക്റ്റ് കിട്ടുക. അതോടൊപ്പം ഈ നാഷണൽ ഇൻകം കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ്? ഗ്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്, അതിൽ നിന്ന് നെറ്റ് പ്രൊഡക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റും നാഷണൽ പ്രോഡക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും ഉണ്ട്. അപ്പോൾ എന്താണ്? ഗ്രോസ് പ്രൊഡക്റ്റും നെറ്റ് പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നെറ്റ് പ്രൊഡക്റ്റ് കിട്ടും. ഇനി എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. ഇനി ഫാക്ടർ കോസ്റ്റും ഉണ്ട്. അതായത് ഈ പറയുന്ന നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ഏതൊക്കെ? GDP, GNP, പിന്നെന്തുണ്ട്? NNP ഉണ്ട്, NDP ഉണ്ട്. ഈ പറയുന്ന എല്ലാ നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സിനും എന്തുണ്ട്? ഫാക്ടർ കോസ്റ്റും ഉണ്ട്, മാർക്കറ്റ് പ്രൈസും ഉണ്ട്. അപ്പൊ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എന്തും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് പ്രൈസ് ആഡ് ചെയ്ത് തരിക. ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് കോസ്റ്റ് ആഡ് ചെയ്യുക, അല്ലെ? പ്രൈസ് ആഡ് ചെയ്ത് തരിക. അപ്പൊ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ഓക്കെ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ് കിട്ടും. അപ്പൊ ഏത്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. അപ്പൊ ആ ടേംസ് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് മനസ്സിലാക്കി വെച്ചാൽ മതി? ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഡിപ്രീസിയേഷൻ ആണെന്നും, അതുപോലെ ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിലേക്ക് എത്താൻ എന്ത് ആഡ് ചെയ്യണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യണമെന്നും, ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്ന് നാഷണൽ പ്രോഡക്റ്റിലേക്ക് എത്താൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണമെന്നുമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം ഓർത്ത് വെച്ചാൽ നമുക്ക് അത് ഒരിക്കലും മാറിപ്പോവില്ല. കാരണം ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യയിലുള്ള നാഷണൽ ഇൻകം ആണ്. പിന്നെ പുറത്തു നിന്നുള്ള ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇൻകം കൂടി ആഡ് ചെയ്യുമ്പോൾ അതെന്തായി? നാഷണൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് നാഷണൽ പ്രോഡക്റ്റ് ആയി. അപ്പൊ ആ കുഞ്ഞു ഡിഫറൻസ്, ആ ടേംസ് ഒന്ന് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായി. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്. 1950 മാർച്ച് 15 സ്റ്റാർട്ട് ചെയ്ത പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ഒരുപാട് വർഷത്തെ 12 5-year പ്ലാൻസ്, അല്ലെ? എത്ര 5-year പ്ലാൻസ് കണ്ടക്ട് ചെയ്തു? 12 5-year പ്ലാൻസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? പ്ലാനിംഗ് കമ്മീഷന്റെ ഈ 5 വർഷത്തെ പദ്ധതികൾ പോരാ എന്നും പുതിയ രീതിയിലുള്ള ഒരു ഫ്രെയിംവർക്ക് ആവശ്യമാണെന്നും മനസ്സിലാക്കി എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്ത് ചെയ്തു? എന്ത് മാറ്റം വരുത്തി? പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നീതി ആയോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്? 2015 ജനുവരി 1-നാണ്. അപ്പൊ എന്താണ് മാറ്റം വരുത്തിയത്? അതായത് ഒരു 5 വർഷത്തെ പോളിസി മാത്രം പോരാ നമുക്ക്. അതായത് 5 വർഷം എന്നുള്ളതല്ല ഒരു ഡെവലപ്മെന്റൽ പ്ലാൻ എന്ന് പറയുന്നത്. അതിനെങ്ങനെ മാറ്റി? ചിലപ്പോൾ അത് എന്താണ്? ഒരു 15 വർഷത്തെ ലോങ് ടേമിലേക്ക് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള 15 വർഷത്തേക്കുള്ള പ്ലാൻ, പിന്നെ 7 വർഷത്തേക്കുള്ള പ്ലാൻ,
പിന്നെ 3 വർഷത്തേക്കുള്ള പ്ലാൻ. ആ രീതിയിലുള്ള പ്ലാൻസ്. പിന്നെ അതോടൊപ്പം എന്താണ് നീതി ആയോഗിന്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം, അതേപോലെ തന്നെ എന്താണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ച്. എന്താണ് ബോട്ടം അപ്പ് അപ്രോച്ച് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ടോപ്പ് ഡൗൺ പോളിസിയിൽ നിന്ന് മാറി. അതായത് പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനെയായിരുന്നു? ടോപ്പ് ഡൗണിലേക്കായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും കാര്യങ്ങളൊക്കെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് അതോടൊപ്പം ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കും പോവുകയും റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് മാറി ബോട്ടം അപ്പ്, അതായത് സ്റ്റേറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ബോട്ടം അപ്പ് അപ്രോച്ച്. അതായത് ഈ ഒരു ഗവേണിംഗ് കൗൺസിലേക്ക് ആരെ കൂടി ഇൻക്ലൂഡ് ചെയ്തു? സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ യൂട്ടീസിലെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം. എല്ലാവരും സഹകരിച്ചു പോകുന്ന രീതിയിലുള്ള പ്ലാനിംഗ് ആണ് നീതി ആയോഗ് എന്ത് ചെയ്തത്? ഇൻസിസ്റ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകരിച്ചത്? അത് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. അപ്പോൾ എന്താണ് പല ക്വസ്റ്റ്യൻസിലും വരാറുള്ളതാണ് നമ്മുടെ കമ്മീഷന്റെ പേര്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകരിച്ചത് എന്നുള്ളത്. അപ്പൊ 1935 ഏപ്രിൽ 1 എന്ത് നിലവിൽ വന്നു? RBI നിലവിൽ വന്നു അല്ലെ? 1 ഏപ്രിൽ 1935 RBI നിലവിൽ വന്നു. അപ്പൊ അതിനു മുമ്പ് ആരാണ് റെക്കമെൻഡ് ചെയ്യണം അല്ലെ? എല്ലാം എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഓക്കെ, ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. അപ്പൊ അതനുസരിച്ചാണ് 1935 ഏപ്രിൽ 1 RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ BR അംബേദ്കറിന്റെ ദ പ്രോബ്ലം ഓഫ് ദി റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന ബുക്കിൽ RBI പോലൊരു സെൻട്രൽ ബാങ്ക് ഇന്ത്യക്ക് ആവശ്യമാണ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർത്ത് വെക്കണം. ഹിസ്റ്ററിയുടെ ഭാഗമാണത്. അപ്പൊ നമ്മുടെ RBIയുടെ ഒരു ഹിസ്റ്ററി ആയിട്ട് എന്തും ഓർത്ത് വെക്കുക. അംബേദ്കറിന്റെ ബുക്കിൽ എന്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്? ഒരു സെൻട്രൽ ബാങ്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. RBIയുടെ എംബ്ലത്തിലുള്ള ട്രീ ഏതാണ്? പാം ട്രീ. ഓക്കെ, RBIയുടെ എംബ്ലത്തിലുള്ള ട്രീ പാം ട്രീ ആണ്. ആനിമൽ എന്ന് പറയുന്നത് ടൈഗർ ആണ്. അപ്പോൾ എന്താണ് ആദ്യം ആരംഭിച്ച സമയത്ത് RBI ആരംഭിച്ച സമയത്ത് ലയൺ ആയിരുന്നു. ഓക്കെ, ലയൺ ആയിരുന്നു. പിന്നെ ലയണിനെ മാറ്റിയിട്ട് എന്താക്കി? ടൈഗർ ആക്കി മാറ്റി. ഓക്കെ, RBIയുടെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? അപ്പൊ RBIയുടെ ആദ്യത്തെ ഗവർണർ ആയത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. അപ്പൊ ഓസ്ബോൺ സ്മിത്ത് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനാണ്, ഇംഗ്ലീഷുകാരനാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ് എന്ന് പറയണം. അപ്പോൾ ആരാണ് ആദ്യത്തെ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത്? ഓസ്ബോൺ സ്മിത്ത് ആണ്. പിന്നെ അതിന്റെ കൂടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ എന്താണ്? CD ദേശ്മുഖ് എന്നും ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ക്വസ്റ്റ്യൻസും അതിന്റെ അനാലിസിസും വീണ്ടും അടുത്ത ക്ലാസ്സുകളിലൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് 5 ഇയർ പ്ലാൻസ് ഇമ്പോർട്ടന്റ് ആണ്. 5 ഇയർ പ്ലാൻസിലെ ഓരോ പ്ലാൻസിലെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഓരോ പ്ലാനിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത പദ്ധതികൾ ഏതൊക്കെ, പ്ലാൻ ഹോളിഡേനെ പറ്റി ചോദിക്കാറുണ്ട്, റോളിംഗ് പ്ലാനിനെ പറ്റി ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ മാറ്റങ്ങൾ, അതേപോലെ ബാങ്ക് റേറ്റ്, ക്രെഡിറ്റ് പോളിസീസ് തുടങ്ങിയ എന്താണ് മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ പറ്റി ചോദിക്കാറുണ്ട്, പിന്നെ നാഷണൽ ഇൻകം കോൺസെപ്റ്റ്, പിന്നെ ബജറ്റിൽ വരുന്ന കാര്യങ്ങൾ, ബജറ്റിന്റെ ബേസിക് കോൺസെപ്റ്റ്സും അതോടൊപ്പം പുതിയ ബജറ്റിൽ വരുന്ന പുതിയ പോളിസീസും മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ GDP കാര്യങ്ങൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഇൻഫ്ലേഷന്റെ കാര്യങ്ങൾ, ഡിഫ്ലേഷൻ, പിന്നെ എക്സ്ചേഞ്ച് റേറ്റ്, ഇങ്ങനത്തെ ബേസിക്കും അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് PYQ വെച്ച് അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ഓൾറെഡി നമ്മുടെ ഫാക്കൽറ്റീസ് കൃത്യമായിട്ട് ഇതിനെ അനലൈസ് ചെയ്ത് ഇതിന്റെ നോട്ട്സും ക്വസ്റ്റ്യൻസും MCQസും കാര്യങ്ങളും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ലോങ് ബാച്ച് സ്റ്റാർട്ടഡ് ആണ്. നിങ്ങളുടെ ലക്ഷ്യം നെക്സ്റ്റ് എക്സാം ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാൻ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ഈ കാണുന്ന 8590202323 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അതിന് ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലുകളിൽ ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിന്റെയും ഓരോ ടീച്ചേഴ്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെയും എക്സ്പേർട്സ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും അതുപോലെ തന്നെ PSCയുടെ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ലോങ് ബാച്ച് സ്റ്റാർട്ടഡ് ആണ്. എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. സോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.